ലുലുവിൽ 4 ദിവസത്തേക്ക് 50% ഓഫർ. ഇത് കണ്ടപ്പോൾ നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് ലുലുവിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളും ലുലുവിലേക്ക് പോയതാണ്. റോഡ് തൊട്ട് ലുലുവിൻ്റെ പാർക്കിംഗ് ഏരിയ വരെ വണ്ടികളുടെ ബ്ലോക്കായിരുന്നു. കണ്ട ജനങ്ങൾ മൊത്തം ലുലുവിനകത്തുണ്ട്. രാത്രിയൊക്കെ ആയാൽ ആൾ കുറയുമല്ലോ എന്ന് കരുതിയിട്ടാണ് രാത്രി പോയത്. രാത്രി ചെന്നപ്പോഴത്തേന് അതിനപ്പുറം തിരക്കായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. അതിനകത്ത് കയറിയിട്ടും നല്ല തിരക്കായിരുന്നു. അങ്ങനെ മുക്കിയും മൂളിയൊക്കെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലൊക്കെ എത്തി. വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് അകത്തേക്ക് കയറുകയാണ്. തിരക്ക് പുറത്ത് മാത്രമല്ല, നമ്മുടെ ഹൈപ്പറിനകത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കണ്ടു ബില്ലടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, അത്രത്തോളം തിരക്ക് അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മുടെ ഹൈപ്പറിനകത്തിട്ട് കയറാതെ നമ്മൾ മിനി സോയിലോ പോയി അതിനകത്ത് ചെറിയൊരു പർച്ചേസിങ്ങൊക്കെ നടത്തി. ഇതിനകത്ത് പെൺകുട്ടികൾക്ക് പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി സാധനങ്ങളുണ്ട്. നല്ല സാധനങ്ങളുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇച്ചിരിയേറെ റേറ്റും ഉണ്ട്. എന്നാൽ ചില സാധനങ്ങൾക്ക് റേറ്റ് കുറവും ഉണ്ട്. അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് കണ്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള മിറേഴ്സാണ് അതെല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ക്ലിപ്പ്, ബാൻഡ് അങ്ങനെയുള്ള സെക്ഷനുകളിൽ വന്നു. അങ്ങനെ അവിടുന്ന് ആവശ്യമായിട്ടുള്ള അതെല്ലാം ഒന്ന് എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ആളുണ്ട്, നല്ല തിരക്കുണ്ട്. ഞാൻ ഇവിടുത്തെ തിരക്കൊന്ന് കാണിച്ചു തരാം. രാത്രിയാകുമ്പോൾ ആളൊക്കെ കുറയുമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ വന്നത്. പക്ഷേ ഇതിനകത്ത് നല്ല തിരക്കായിരുന്നു. ഏറ്റവും കൂടുതൽ തിരക്ക് വന്നത് ഹൈപ്പറിലാണ്. 2 മണി വരെ സമയമുള്ളത് കൊണ്ട് നമുക്ക് വേറെ ഷോപ്പുകളിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചുമ്മാ എല്ലാ ഷോപ്പിലും ഒന്ന് കറങ്ങി അടിച്ചൊക്കെ നടന്നു കുറേ നേരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു കണക്റ്റിലാണ് പോകുന്നത്. ലുലു കണക്റ്റിൽ പോയപ്പോഴത്തേനും നല്ല ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റുകളും കംഫർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്ന് നോക്കി ആവശ്യമായിട്ടുള്ളത് അവിടെ നിന്നും എടുത്തു. ഷീറ്റ് തന്നെ ആണെങ്കിലും പല റേറ്റിൻ്റെ ഉണ്ട്. ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ റേറ്റ് 399, 699, 799 അങ്ങനെ പല റേറ്റിൻ്റെ ബെഡ്ഷീറ്റുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാർപ്പറ്റും ഓഫറിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലെ ഒരെണ്ണം വാങ്ങിച്ചു. ഓഫറെന്ന് പറഞ്ഞാലും അതിനകത്ത് ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. ബെഡ്ഷീറ്റുകൾ ആണെങ്കിലും പല റേറ്റിന് വരുമ്പോഴത്തേനും അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ഷോ പീസുകളെല്ലാം ഒന്ന് നോക്കി. ക്ലോക്ക് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ക്ലോക്കുകളൊക്കെ 500-600 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ്, TV, മിക്സി ആ സൈഡിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. മിക്സിയൊക്കെ ആണെങ്കിലും അവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ 50%. അല്ലാതെ നമ്മളിപ്പം പോയി ഏത് സാധനം എടുത്താലും 50% അങ്ങനെയൊന്നുമില്ല. അവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് കുറച്ച് ഓഫറായിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം അടുത്തതായിട്ട് നമ്മളിനി ഹൈപ്പറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഹൈപ്പറിൽ ഒരു അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഹൈപ്പറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ ബില്ലടിക്കുന്നിടത്ത് പോയി പെട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് സമയം കളഞ്ഞത്. അങ്ങനെ ഹൈപ്പറിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാത്രങ്ങളുടെ സെക്ഷനായിരുന്നു. നല്ല വെയിറ്റുള്ള അലൂമിനിയം പാത്രങ്ങളുണ്ടായിരുന്നു. സോസ് പാനുകൾ, ചട്ടികൾ, ചീനിച്ചട്ടികൾ അങ്ങനെയൊക്കെ നല്ല കട്ടിയുള്ള പാത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിനകത്ത് ഹൈപ്പറിനകത്ത് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേന് ആൾക്കാരെല്ലാം കുറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളും പോകാനായിട്ട് ഇറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന്. അപ്പോൾ അവിടെ തന്നപ്പോഴത്തേന് പുറത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ലുലുവിലെ ഓഫറിനേക്കാൾ വലുത് നമുക്ക് ലുലുവിൽ പോകുമ്പോഴത്തേനൊരു
നമ്മുടെ മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടും. നമ്മൾ ഇച്ചിരി നേരം ലുലുവിൽ പോയി ഒന്ന് ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേന് നമുക്കൊരു മനസ്സിനൊരു നല്ലൊരു സുഖം കിട്ടും. അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടുതലും ഈ ലുലു ലുലു എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ ഓഫർ കണ്ടിട്ടോ അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടാമെന്നുള്ള രീതിക്കോ ഒന്നും അല്ല ലുലുവിൽ പോകുന്നത്. പിന്നെ നമ്മൾ ലുലുവിൽ പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പൈസ ചിലവാകും, അത് ഉറപ്പ് തന്നെയാണ്. എന്നാലും നമുക്ക് കൊച്ചുങ്ങളുമൊക്കെ ആയിട്ടൊന്ന് പുറത്ത് പോയി ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേനും മനസ്സിനൊരു സന്തോഷം. അങ്ങനെ കുറച്ച് പൈസയൊക്കെ തീർത്തപ്പോഴത്തേനും എനിക്ക് എൻ്റെ മക്കൾക്ക് ഇച്ചിരി സമാധാനമായി. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ നിന്ന് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ലുലുവിലോട്ട് കയറുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. തിരിച്ചവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ഭയങ്കര ഒരു വിഷമമാണ്. കാരണം കയ്യിലിരുന്ന പൈസ എല്ലാം തീർന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഓഫറിൽ പങ്കെടുത്ത ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.